നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ? ഓക്കെ, നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ ഫിസിക്കലായിട്ടും അതുപോലെ തന്നെ സ്പിരിച്വലായിട്ടും ആ വ്യക്തി നിങ്ങളുമായിട്ട് വളരെ ഡീപ്പായിട്ട് കണക്റ്റഡ് ആണ് എന്ന് കാണുന്നുണ്ട്. വളരെ തീവ്രമായിട്ടാണ് ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത്. അതുപോലെ തന്നെ ആ വ്യക്തിക്ക് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്തതായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആ വ്യക്തിയുടെ ലൈഫിലുണ്ട്. മേ ബി അതൊരു ഫാമിലി ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കരിയർ ഫിനാൻഷ്യൽ പ്രോബ്ലം ആയിരിക്കാം. അപ്പോൾ അത്തരം ഒരു സിറ്റുവേഷനിലൂടെ ആ വ്യക്തി കടന്നു പോകുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്തതിൽ ആ വ്യക്തി ഒരുപാട് സങ്കടപ്പെടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. മേ ബി നിങ്ങളുടെ സിറ്റുവേഷനിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് കണ്ടീഷൻ നിലനിന്ന് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ ആ വ്യക്തി ചിന്തിക്കുന്നത് ഒരുപാട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങളുടെ അരികിലേക്ക് ഓടിയെത്തണമെന്നും അതുവഴി ഈ റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച് ഉണ്ടാവണം, ഈ ഒരു സിറ്റുവേഷനിൽ ഒരു മാറ്റം ഉണ്ടാവണം എന്ന് ആ വ്യക്തി ഇപ്പോൾ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ആ വ്യക്തിയെ ഒരുപാട് തടസ്സങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിലുള്ളത് കൊണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരം സിറ്റുവേഷനിൽ ആ വ്യക്തി ഒരു ഹാർട്ട് ബ്രോക്കൺ അവസ്ഥയിലാണ്. അവരുടെ ഹൃദയം തകർന്നു പോയൊരവസ്ഥയിലാണ് ആ വ്യക്തി ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് വളരെ വളരെ ഡിപ്രസ്ഡ് ആണ്, വളരെ ഡിപ്രഷൻ സംഭവിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഈ വ്യക്തി ഒരു സമയത്ത് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് തിരികെ വരാൻ വളരെ സ്ട്രോങ് ആയിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാവുന്നത്. മേ ബി ഒരു സിറ്റുവേഷൻ ആ വ്യക്തിയുടെ ലൈഫിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ആ വ്യക്തിയെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, ആ വ്യക്തിയുടെ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നൊരു ഫീല് ഈ ഒരു സമയത്ത് ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, കൂടുതൽ പേർക്കും ഇതൊരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിട്ട് കാണുന്നുണ്ട്. ഒരു തരത്തിലും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ സ്മൂത്ത് ഗോയിങ് ആയിട്ട് പോകാനായിട്ട് കഴിയുന്നില്ല. കാരണം ഒരുപാട് തടസ്സങ്ങളുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം ഒരുപാട് തടസ്സങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾക്ക് മേ ബി കുറച്ച് പേർക്ക് നിങ്ങൾക്ക് അറിയാമായിരിക്കാം ഈ ഒരു തടസ്സങ്ങളെ പറ്റി. പക്ഷേ കുറച്ച് പേർക്ക് ഇതിനെപ്പറ്റി അറിവില്ലാത്തതായിട്ടും കാണുന്നുണ്ട്. ദാറ്റ് മീൻസ് നിങ്ങളുടെ പേഴ്സൺ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്യുന്നു, എത്രമാത്രമാണ് അവർ ഈ സിറ്റുവേഷൻ നല്ല രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്ന് നിങ്ങൾ പോലും അറിയുന്നുണ്ടാവില്ല. ഓക്കെ, ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് നിങ്ങൾക്കിടയിൽ, ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സ്ട്രെങ്ത് വളരെ കുറവായിട്ട് കാണുന്നുണ്ട്. പരസ്പരം വിശ്വാസം ഇല്ലായ്മ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ തന്നെ ശ്രമിക്കുക. യെസ്, ട്വിൻ ഫ്ലെയിം ഈസ് നിയർ. കുറച്ച് പേർക്ക് ഒരു ട്വിൻ ഫ്ലെയിമിൻ്റെ എനർജി കാണുന്നുണ്ട്, എല്ലാ പേർക്കും അല്ല. അപ്പോൾ അതിൻ്റെ രീതിയിലൊരു സെപ്പറേഷൻ ആയിരിക്കാം ഇപ്പോൾ നടക്കുന്നത്. യെസ്, പ്രപ്പോസിങ്. ഈ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളെ പ്രപ്പോസ് ചെയ്യുന്ന കാര്യങ്ങൾ ഓർക്കുകയാണ്. ഓരോ സമയത്തും മേ ബി പാസ്റ്റിൽ നിങ്ങളോട് പ്രപ്പോസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ആ വ്യക്തി സമയത്ത് ഓർക്കുന്നുണ്ടാവാം. ലവ് ബിലീഫ്സ്. യെസ്, ഒരുപാട് വിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. മേ ബി ആ വ്യക്തിയുടെ ലൈഫിലുള്ള പല കാര്യങ്ങളും ആ വ്യക്തി നിങ്ങളോട് ഹൈഡ് ചെയ്യുന്നുണ്ടാവാം. അതിൻ്റെ രീതിയിൽ നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടും നിങ്ങൾക്കിടയിൽ അകൽച്ച ഉണ്ടാവുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, യു ക്യാൻ ഡു ദിസ്.
അതായത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സമയമാണ്. മേ ബി ആ വ്യക്തി ഒരു ജെനുവിൻ ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. ആ വ്യക്തിയുടെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. പേഷ്യൻസ്, യെസ്. തീർച്ചയായിട്ടും നിങ്ങൾ ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടി കുറച്ച് ക്ഷമ കാണിക്കുക. എടുത്തുചാട്ടം ഒരു കാര്യത്തിലും നല്ലതല്ല. നിങ്ങൾക്ക് വളരെയധികം അങ്ങനെ ഒരു ക്ഷമ ഇല്ലാത്തൊരു പേഴ്സണായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമയോടുകൂടി ഈ പേഴ്സണ് ഒരു സ്പേസ് കൊടുക്കുക, ഒരു സമയം കൊടുക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. യെസ്, ട്വിൻ ഫ്ലെയിം റിക്കഗ്നീഷൻ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് പേർക്കെങ്കിലും ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷനായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെപ്പറേഷനിലൂടെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇതൊരു ട്വിൻ ഫ്ലെയിം ആണ് എന്ന് നിങ്ങൾ റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് പലർക്കും ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉള്ളത്. ഓക്കെ. അതായത് നിങ്ങളിൽ ഒരുപാട് ചേഞ്ച് വരുന്നൊരു സമയമാണ്. ഒത്തിരി ചേഞ്ചസ്, ഒരു മാറ്റമല്ല, ഒത്തിരി ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരാനുള്ള ഒരു സാഹചര്യം ആണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങൾ റിയലൈസ് ചെയ്യേണ്ട ഒരു സമയമാണ്. നിങ്ങളിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് വരുന്നൊരു സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ ഡിവൈനിൽ ട്രസ്റ്റ് ചെയ്യുക, യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. വളരെ ക്ഷമയോടുകൂടി നിങ്ങൾ ഈ പേഴ്സണ് വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് കൊടുക്കുക. ഓക്കെ. ഒരു ചീറ്റിംഗ് എനർജി കൂടുതൽ പേർക്കും ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളോട് പല കാര്യങ്ങളും ഒളിച്ചു വെക്കുകയും അതിൽ ഒരു ശക്തമായിട്ടുള്ളൊരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സൺ ഇൻവോൾവ്മെൻറ്റ് ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് കൂടുതൽ പേർക്കും. നിങ്ങളെ ഒരുപാട് ഈ ഒരു പേഴ്സൺ വേദനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ സ്വയം ഉരുകിത്തീരുന്നത് പോലുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഡേ ആൻഡ് നൈറ്റ് നിങ്ങൾ ഡിപ്രസ്ഡ് ആണ്, നിങ്ങൾ കരയുകയാണ്. അത്രമാത്രം നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയം കീറി മുറിക്കുന്ന രീതിയിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സൺ എന്നിവിടെ കാണുന്നുണ്ട്. എന്നാൽ വളരെ കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു പ്രയോറിറ്റി കൊടുക്കാതെ മാറ്റി വെക്കുന്നതായിട്ടും നിങ്ങളെ അവഗണിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ധനം സമ്പാദിക്കുന്ന കാര്യങ്ങളിൽ ഒരുപാട് സന്തോഷം കണ്ടെത്തുന്ന ഒരു വ്യക്തിയായിട്ടും അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിസ്റ്റിക് ലവ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കാണുന്നൊരു വ്യക്തിയായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നും ആ വ്യക്തി ഒളിച്ചു വെച്ചതായിട്ടും മറ്റ് കാര്യങ്ങളിലേക്ക് അവർ ഓടി ഒളിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്.